ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വെണ്ടക്കായ കൊണ്ട് ഒരു ബിണ്ടി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിതാ വെണ്ടക്കായ, വലിയ വെണ്ടക്കായ ആണെങ്കിൽ എന്താ കണ്ട വറുകയാണ് കേട്ടോ ചെയ്യണണ്ട. നേരെ നടു വറുകി എടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ എല്ലാതും ഇത് വലിയ വെണ്ടക്കായ, അത് കാരണം കൊണ്ട് ഞാൻ നന്നായിട്ടത് ഇതേപോലെ വറുകി എടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയാണത് ഉണ്ടാക്കണത് കേട്ടോ. അങ്ങനെ എല്ലാതും ഞാനതുപോലെ ചെയ്തു, കണ്ടില്ലേ, എല്ലാതും അതുപോലെ ചെയ്തു കേട്ടോ. എല്ലാ വെണ്ടക്കായും അതുപോലെ ആക്കി വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് എന്തൊക്കെ പൊടികൾ ചേർക്കണം എന്നുള്ളത് നോക്കാം കേട്ടോ. മുളക് പൊടി ആദ്യം ഇട്ടു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൽ ചിക്കൻ മസാല പൊടിയാണ് കേട്ടോ ഇട്ടത്. ചിക്കൻ മസാല പൊടി, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാല പൊടി, അതൊക്കെ ഇട്ടു കേട്ടോ. ഇത് ജിഷ്ണുവിൻ്റെ കൂട്ടുകാരുണ്ട് ശരത്ത്, അവനത് ഭയങ്കര ഇഷ്ടാട്ടോ. എപ്പോൾ വന്നാലും അമ്മായിയെ വേണിയമ്മായിയെ ബിണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരിക കേട്ടോ. ഇതാ വേപ്പിൻ്റെ ഇല ഇട്ട്, ഉപ്പിട്ടു. അരിപ്പൊടി, കുറച്ച് അരിപ്പൊടി ചേർക്കുക കേട്ടോ. ഈ അരിപ്പൊടി ചേർത്തിട്ട് തുള്ളി വെള്ളം ഒന്ന് നനച്ചിട്ടാണ് ആക്കണത് കേട്ടോ. തുള്ളി വെള്ളം ഒന്ന് ഇതാക്കി കൊടുക്കണം, എന്നാലാണ് അത് എല്ലാത്തിലേക്കും പിടിക്കൂ. ഇതിലൊന്ന് വെള്ളാണ്ട് നനച്ചു കൊടുത്ത് കണ്ടില്ലേ. അത് കായാണ് കേട്ടോ. ഒരു തരി കായം പൊടി ചേർക്കണം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കും വേണം കേട്ടോ. ഒരു അരപ്പൊടിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്നും കൂടിയാക്കി ശരിയാക്കി കണ്ടില്ലേ ആക്കി വെച്ചപ്പോൾ നമ്മൾ മീൻ വറക്കണ പോലെ തന്നെ കണ്ടില്ലേ, അങ്ങനെ ഇതാക്കി പൊരിച്ചെടുക്കുകയാണ്. ആ ഒരു ഇതിൽ നിറച്ച് നമ്മളിടും കേട്ടോ, ഇടുന്നുണ്ട്. നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ ബിണ്ടി റെഡിയായി കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ബിണ്ടി.